ആ പുസ്തകം ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണെന്ന് ധരിച്ചു പോകരുത്. അത് വടകര സിദ്ധാശ്രമത്തിലെ ശിവാനന്ദ പരമഹംസരുടെ സിദ്ധവേദം എന്ന പുസ്തകമായിരുന്നു. ആ പുസ്തകം കയ്യിൽ കിട്ടിയതോടുകൂടിയാണ് എൻ്റെ ഭക്തി പോയത്, എൻ്റെ ഈശ്വരൻ മരിച്ചു പോയത്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നതിനിടയിലാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ണൂരിലുള്ള ഒരു ഹാള്, ചെറിയ പൈസക്ക് കിട്ടുന്ന ഒരു ഹാളുണ്ട് അവിടെ, പഴയ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് യോഗശാല ഹാളെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ആനന്ദ ചന്ദ്രോദയ യോഗശാല ഹാളാണെന്ന് അറിയുന്നത്. ആ യോഗശാല ഹാളിലെ പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ സ്റ്റേജിൽ നോക്കുന്നതിന് പകരം ഞാൻ അതിൻ്റെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന സൂക്തങ്ങളായിരുന്നു നോക്കിയത്. ആ സൂക്തങ്ങളിലൂടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ട് എനിക്ക് ബന്ധവും താല്പര്യവും അടുപ്പവും ഉണ്ടായിരുന്നു. അതിനിടയിൽ എൻ്റെ നാട്ടിൽ ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് നാട്ടുകാരെല്ലാം ഒരു അരവട്ടാണെന്നാണ് പറയുക. എന്ത് വിഷയം പറയുമ്പോഴും അദ്ദേഹം ശിവയോഗിയുടെ ജ്ഞാനപ്പെണ്ണെ എന്ന് അവസാനിക്കുന്ന ഒരു കീർത്തനം ചൊല്ലാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളല്ല, ഞാൻ അയാൾക്ക് അറിയുന്നത് മുഴുവൻ. അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ വർഷം, എഴുതിയെടുത്തു. പിന്നീട് മാലൂര് ഒരു നാൾ വന്നിട്ടുണ്ട്. മാലൂരും ശിവയോഗിയുടെ ഭക്തന്മാരുണ്ടെന്ന് മനസ്സിലായി കണ്ണൂർ ജില്ലയിൽ. അങ്ങനെയാണ് ശിവയോഗി എന്ന ആ നവോത്ഥാന നായകൻ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഞാൻ പരമാവധി പറയുന്ന പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേരുപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കേവലം ഈ സംഗമത്തിലൊരു കേൾവിക്കാരനായി വരണമെന്ന് മാത്രം ഉദ്ദേശത്തിലാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത്. പക്ഷേ എന്നോടിവിടെ പ്രസംഗിക്കണമെന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. ഇവിടെ വേദിയിലിരിക്കുന്നവരുടെ അപേക്ഷിച്ച് ഞാൻ ഒരു ഇതിനെ സംബന്ധിച്ചൊരു ഒരു ശിശുവാണ്. എങ്കിലും നമുക്ക് എൻ്റെ ചില ചിന്തകൾ ഇവിടത്തേക്ക് വരുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 6,49,907 രജിസ്റ്റർ ചെയ്ത ക്ഷേത്രങ്ങളുണ്ട്. രജിസ്റ്റർ ചെയ്ത ക്ഷേത്രങ്ങൾ. രജിസ്റ്റർ ചെയ്യാത്ത ക്ഷേത്രങ്ങൾ ഏതാണ്ട് 1-2 ലക്ഷം വേറെയുമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരും പ്രാർത്ഥിക്കുന്നവരും എല്ലാമായിട്ട് ഈ രാജ്യത്തെ ജനസംഖ്യയിൽ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൊട്ടിയൂർ ഉത്സവത്തിൽ